സ്വരാജ് ഒരു വാചകം കൂടി സമ്മപ്പിക്കുക പ്ലീസ്. രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ബിജെപി നേതാവിന്റെ. അതെ അതെ, രണ്ടുപേരോടും ചുരുക്കി പറയാം. വളരെ ബഹുമാന്യനായ ബിജെപി നേതാവ് ഇന്ന് ചെന്നുപെട്ടിട്ടുള്ള ജാള്യതയുടെ ആഴം അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ആക്രോശിപ്പിക്കുകയാണ്. ആ ആഴം നമുക്ക് മനസ്സിലാവാം. പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന അമിത്ഷായെയും ആ കേസ് പരിഗണിച്ച ലോയയ്ക്ക് പ്രത്യേക പാസ്പോർട്ട് കൊടുത്ത് അയച്ചതിനെ കുറിച്ച് എല്ലാ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഇവിടെ ഞാൻ വിശദീകരിക്കാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞാൻ കൈ ഉയർത്തിയത് ഒറ്റ കാര്യം പറയാനാണ്. ബഹുമാനിയായ കോൺഗ്രസ് നേതാവ്, അവര് വനിതാ നേതാവ് കൂടിയാണ്. ദയവായി ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പണ്ട് ഇപിയുടെ ഭാര്യയുടെ ചിത്രം മോർഫ് ചെയ്ത് കള്ളപ്രചരണം നടത്തിയ പോലെയുള്ള പണി എടുക്കരുത്, ദുസൂചന പറയരുത്. ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞത്? മന്ത്രി അല്ല, അത് കോടതിയിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അത് കോടതിയിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. കേസുണ്ടല്ലോ, അത് കോടതിയിൽ പറഞ്ഞോളൂ. അതെ, പറയട്ടെ. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾ തടസ്സപ്പെടുത്തണ്ട. നിങ്ങളുടെ ഫേസ്ബുക്ക് ഐഡിയിൽ ഈ മോർഫ് ചെയ്ത അല്ലല്ലോ, നിങ്ങൾ കഴിഞ്ഞ് പറഞ്ഞോ. നിങ്ങളുടെ ഫേസ്ബുക്ക് ഐഡിയിൽ വന്നത് സംബന്ധിച്ച് പരാതി വന്നിട്ടുണ്ട്. അത് കോടതിയുടെ മുമ്പാകെ ഉണ്ട്. അത് കോടതിയുടെ മുമ്പാകെ ഉണ്ട്. അത് കോടതിയുടെ മുമ്പാകെ ഉണ്ടെന്നേ. അത് നിങ്ങളുടെ ഐഡിയ എടുത്താ ഞാൻ കാണിച്ചു തരണം. ഇപ്പൊ ഈ ക്യാമറ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോ അത് കാണിച്ചു തരാം. ബഹുമാനായ ശ്രീ ബ്രിട്ടാസ്, നിങ്ങൾ നിഷേധിച്ചല്ലോ, ദീപ്തി നിഷേധിച്ചല്ലോ. എന്താണ് ക്യാമറ ഒന്ന് സൂം ചെയ്താൽ ഇതാണ്. ക്യാമറ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഇത് കോടതിയുടെ മുമ്പാകെ ഉള്ളതാണ്. കോടതിയുടെ മുമ്പാകെ ഉള്ളതാണ്. അത് കോടതിയിൽ അവർ സമാധാനം പറയട്ടെ. സംസാരിക്കാൻ സമ്മതിക്കേ. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് പറ. ഇതെന്താ മര്യാദകളെ കാണിക്കുന്നത്? നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയിട്ടില്ലല്ലോ. ഞാൻ നിശബ്ദനായിരുന്നില്ലേ? നിങ്ങൾ മറുപടി പറഞ്ഞോളൂ. നിങ്ങൾ മറുപടി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞത് കോടതിയുടെ മുമ്പാകെ ഉള്ളതാണ്. നിങ്ങൾ കോടതിയിൽ പറഞ്ഞോ. ഇനി ഈ ചർച്ചയിൽ നിങ്ങൾ പറയാണ് നിങ്ങളുടെ ഐഡിയ അല്ല, ഇത് തെറ്റാണ്, നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് തർക്കിക്കാൻ വരില്ല. ഞാൻ പറയുന്ന ഒറ്റ കാര്യം, ഇപിയുടെ കുടുംബത്തെ സംബന്ധിച്ച്, ഭാര്യയെക്കുറിച്ച് ദുസൂചന നിറഞ്ഞ പരാമർശം നിങ്ങൾ നടത്തിയത് പിൻവലിക്കണം. ഇന്ന് ഇപിയുടെ ഭാര്യ വളരെ ഹൃദയവേദനയോടെ മാധ്യമങ്ങളുടെ മുൻപാകെ പറഞ്ഞിട്ടുണ്ട്, ഇപി ക്വാറന്റൈനിലായത് ഭാര്യയല്ല. ഒരാൾ ക്വാറന്റൈനിൽ നമ്മുടെ വീട്ടിലായി കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെല്ലാം കൂടി ആവണോ? അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നാണ് രോഗിയുമായിട്ട് സമ്പർക്കത്തിലായത്, പോസിറ്റീവായ ആളുമായി സമ്പർക്കത്തിലായത്. ഈ കള്ളപ്രചരണത്തിനെതിരെ ഇപിയുടെ ഭാര്യ മാധ്യമങ്ങളിലൂടെ വളരെ ഹൃദയവേദനയോടെ പ്രതികരിച്ചതാണ്. എന്നിട്ടൊരു വനിത എന്ന പരിഗണന പോലും അവർക്ക് കൊടുക്കാതെ വനിതയായ താങ്കൾ ദുസൂചന നിറഞ്ഞ പരാമർശം, അതിപ്പോ നമ്മൾ കേട്ടതാണല്ലോ. നിങ്ങൾ പറയുന്നു ഫേസ്ബുക്ക് നിങ്ങളുടെ അല്ല, അത് കോടതി തെളിയിക്കട്ടെ. ഞാനത് കോടതിക്ക് വിട്ടു. ഇതാണ് ഞാൻ പറയുന്നത്. പക്ഷെ ദീപ്തി, ഒരു സെക്കൻഡ്, എനിക്കൊരു ചോദ്യമുണ്ട്. ദീപ്തി പറയുന്നത് നിങ്ങൾ മോർഫ് ചെയ്തില്ല, പക്ഷേ താങ്കളുടെ ഫേസ്ബുക്കിൽ താങ്കൾ ഷെയർ ചെയ്തിരുന്നല്ലോ. ഒരു മിനിറ്റ് പറയട്ടെ. മോർഫ് ചെയ്തിട്ടില്ലെങ്കിലും അത് ഷെയർ ചെയ്താൽ മോർഫ് ചെയ്തതിന്റെ അതേ കുറ്റമാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിയമസംഹിത പറയുന്നത്. ബ്രിട്ടാസ്, അത് സ്വരാജ് പിൻവലിക്കണം. ആര് മോർഫ് ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കണം. ആരെങ്കിലും മോർഫ് ചെയ്തിട്ട് ഈ കേരളം മുഴുവൻ നടന്ന് കറങ്ങിയ ഒരു ചിത്രത്തെ പറ്റി ഒരു വ്യക്തിയാണ് ചെയ്തത് എന്ന് പറയുന്നത് ശരിയാണോ സ്വരാജ്? ഒരു സെക്കൻഡ് തരണേ. നിങ്ങൾ ഷെയർ ചെയ്തതാണ് ചോദിച്ചേ. സ്വരാജ് അല്ല, ഷെയർ ചെയ്തില്ല എന്നല്ല പറഞ്ഞത്. ഒരു മിനിറ്റ് പറയട്ടെ. എന്റെ ഫോണിലേക്ക് നിരവധി ചിത്രങ്ങൾ ചോദിക്കൂ. മറുപടി പറയാൻ സമയം തന്നാ. ഞാൻ ചോദിക്കുന്നത്, അതെ, പ്രശ്നം നമുക്ക് തീർക്കാം. അങ്ങയുടെ ഫോണിലേക്ക് ആരോ അയച്ചു തന്ന ഒരു ചിത്രം അങ്ങ് ഷെയർ ചെയ്യുകയാണോ ചെയ്തത്? അതാണോ ചെയ്തത്? പറഞ്ഞോളൂ. കേരളത്തിൽ എല്ലാ ദിവസവും മുഖ്യമന്ത്രിയോടൊപ്പം സ്വപ്ന സുരേഷ്, ശ്രീരാമകൃഷ്ണനോടൊപ്പം സ്വപ്ന സുരേഷ്, ഇത്തരം ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ചിത്രങ്ങൾ വന്ന കൂട്ടത്തിൽ ഈ ചിത്രവും വന്നിട്ടുണ്ട്. എന്റെ ഫോണിൽ നിരവധി ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. സ്വപ്നയും നിങ്ങളുടെ നേതാക്കന്മാരുമായി ഒരുമിച്ചിരിക്കുന്നത്. അപ്പോ ആ ചിത്രത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ ചിത്രങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചിത്രം മാത്രമാണ്. അല്ലാതെ ദീപ്തി മേരി വർഗീസ് ഒരാളുടെയും ചിത്രം മോർഫ് ചെയ്തിട്ടില്ല. അത്തരം രാഷ്ട്രീയ അങ്ങനെ ഷെയർ ചെയ്തതാണോ? മറ്റാരോ അയച്ചൊന്ന് ഷെയർ ചെയ്തതാണോ? എന്റെ ഫോണിലേക്ക് വന്ന എന്റെ വാദം അവസാനിച്ചു. ചെയ്തിരിക്കുന്നു. അങ്ങനെ ഷെയർ ചെയ്ത കുറ്റമാണ്. ആ കുറ്റം ഇവർ ചെയ്തിരിക്കുന്നു. അത് ഷെയർ ചെയ്തിരിക്കുന്നു. സമ്മതിച്ചല്ലോ. മതി. സ്വരാജ് ആദ്യം പറഞ്ഞത്
മതി, ബാക്കി കോടതി തീരുമാനിക്കട്ടെ. ബാക്കി കോടതി തീരുമാനിക്കട്ടെ. അഡ്വക്കേറ്റ് ദീപ്തി മേരി ആ, ശരി. അങ്ങ് മോർഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ ഷെയർ ചെയ്തു എന്ന് പറയുന്നു. അത് കുറ്റമാണ്. അത് കുറ്റമാണ്. ഞാൻ പറയട്ടെ IT ആക്ട് പ്രകാരം ഒരാളുടെ ഫോണിൽ നിന്ന് നമ്മൾ അറിയാത്ത എത്ര ചിത്രങ്ങൾ ഷെയർ ചെയ്താലും ഒരു കുറ്റം തന്നെയാണ്. അതറിയാവുന്ന വക്കീലാണ് ഞാൻ. അതുകൊണ്ട് അത് ഞാൻ നിഷേധിച്ചിട്ടില്ല. അത് സമ്മതിച്ചല്ലോ. ബാക്കി കോടതി തീരുമാനിക്കട്ടെ. ഇനി നമ്മൾ തമ്മിൽ തർക്കമില്ല.